വെടിവെപ്പുണ്ടായ അതിർത്തികളിൽ സ്ഥിതി നിലവിൽ ശാന്തം. രാത്രിക്ക് ശേഷം അതിർത്തി മേഖലകളിൽ ഡ്രോൺ ആക്രമണമോ വെടിവെപ്പോ ഉണ്ടായില്ല. ശക്തമായ ഷെല്ലാക്രമണം ഉണ്ടായ കശ്മീരിലെ ജനജീവിതവും സാധാരണ നിലയിലേക്ക്. അമൃത്സറിൽ മാത്രം റെഡ് അലേർട്ട്. അതീവ ജാഗ്രത തുടർന്ന് സൈന്യം. പ്രതിരോധ മന്ത്രാലയത്തിന്റെ വാർത്താ സമ്മേളനം 11 മണിക്ക്. മുണ്ടക്കൈ ചുരൽമല ഉരുൾപൊട്ടൽ ദുരിതബാധിതരുടെ വീട്ടുവാടക മുടങ്ങി. വാടക ക്വാർട്ടേഴ്സിൽ കഴിയുന്ന 100 കണക്കിന് ആളുകൾ ആശങ്കയിൽ. ദുരിതബാധിതർക്ക് പ്രതിമാസം കൊടുക്കേണ്ട വാടക ഇനിയും കയറിയില്ല. പല ആളുകളും ആ വീടുകളിൽ നിന്ന് ഇറങ്ങി പോകേണ്ട അവസ്ഥയിലേക്കാണ് ഇപ്പോൾ ഉള്ളത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ മോഷണത്തിന് പിന്നിൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടവർ തന്നെയെന്ന് പോലീസ്. നിർണായക CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചെന്ന വിവരം. ലോക്കർ പൊളിച്ചിട്ടില്ലെന്നും പരിശോധനയിൽ കണ്ടെത്തി. നിലവറകളിലെ സ്വർണവുമായി മോഷണത്തിന് ബന്ധമില്ല. മോഷണം പോയത് ക്ഷേത്ര ഭരണസമിതിയുടെ ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന 13 പവൻ. മോഷണം താഴികക്കുടം സ്വർണം പൂശുന്ന പണികൾ പുരോഗമിക്കുന്നതിനിടെ. കോഴിക്കോട് സ്വകാര്യ മാളിലെ ലിഫ്റ്റിൽ കുടുങ്ങിയ യുവാവിനെ രക്ഷിച്ച അഗ്നിരക്ഷാസേന. ലിഫ്റ്റിൽ കുടുങ്ങിയത് കണ്ണൂർ സ്വദേശി അബ്ദുൾ നാസർ. യുവാവിനെ രക്ഷപ്പെടുത്തിയത് 1 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിൽ. രക്ഷാപ്രവർത്തനത്തിന്റെ എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങൾ കേരള വിഷൻ ന്യൂസ്. ഷെയ്ഖ് ഹസീനയുടെ പാർട്ടി ആവാമി ലീഗിനെ നിരോധിച്ച് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ. മുഹമ്മദ് യൂനിസ് സർക്കാരിന്റെ നടപടി ഭീകരവിരുദ്ധ നിയമപ്രകാരം. നേതാക്കളുടെ വിചാരണ പൂർത്തിയാകുന്നതുവരെ നിരോധനം തുടരും. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തെ തുടർന്ന് നിർത്തിവെച്ച IPL മത്സരങ്ങൾ അടുത്ത ആഴ്ചയോടെ പുനരാരംഭിക്കുമെന്ന സൂചന. ധരംശാല ഒഴികെയുള്ള എല്ലാ വേദികളിലും മത്സരങ്ങൾ നടത്തും. ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കാൻ ഒരുങ്ങി വിരാട് കോഹ്ലിയും. ഇംഗ്ലണ്ട് പര്യടനത്തിനുള്ള ടീമിലേക്ക് പരിഗണിക്കരുതെന്ന് BCCI അറിയിച്ചതായി റിപ്പോർട്ടുകൾ.